കൊടൈക്കനാൽ ടൗണിൽ നിന്നും 20 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ എത്തുന്ന മനോഹരമായ ഒരു കാർഷിക ഗ്രാമമാണ് പൂമ്പാറ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ തട്ടുതട്ടായിട്ടുള്ള കൃഷിത്തോട്ടങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ അവിടെ പ്ലംസ് തോട്ടങ്ങൾക്ക് നടുവിലുള്ള ഒരു സ്റ്റേ ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പൂമ്പാറ എന്ന ഗ്രാമം വളരെ മനോഹരമാണ്. ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കൃഷിത്തോട്ടങ്ങളാണ്. തട്ടുതട്ടായിട്ടുള്ള ഈ കൃഷിത്തോട്ടങ്ങൾ കാണാനും അവിടെ പോകാനും ഉള്ള ആസ്വദിക്കാനൊക്കെ പറ്റുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവിടെ ഒരുപാട് വലുതും ചെറുതുമായിട്ടുള്ള സ്റ്റേയും ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മൾ കൊടൈക്കനാലിലെ പൂമ്പാറയിലാണ്. അതിമനോഹരമായ കൃഷിത്തോട്ടത്തിൽ നമ്മൾ സ്റ്റേ ചെയ്യാൻ വന്നിട്ടാണ്. നൈസ് പ്ലേസ് ആണ്. പൂമ്പാറയിൽ ചായക്കട നടത്തുന്ന ഒരു അക്കയാണിത്. അപ്പോൾ ഇവരെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇവർ തന്നെയാണ് നമ്മളോട് ഇവിടുത്തെ ഗ്ലാമിംഗ് സ്റ്റേയിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഗ്ലാമിംഗ് സ്റ്റേയിലൊക്കെ ബുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്പോട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി, നല്ല സ്പോട്ടാണ്. വൈബിലെ പ്ലേസ് അല്ലേ? ഈ ഒരു കാഴ്ചകൾ കണ്ട് ഇങ്ങനെ മനോഹരമായിട്ട് ഇവിടെ ഇരുന്ന് ചായ കുടിക്കാം. അടിപൊളി ഒരു സ്പോട്ടും കൂടിയാണ്. കൃഷിത്തോട്ടത്തിൻ്റെ നടുവിലാണ് അല്ലേ? മഴ പെയ്ത് അതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റുമാണ്. ഇത് കൂടെ ഒരു കട്ടനൊക്കെ അടിച്ച സംഭവം അടിപൊളിയാണ്. എത്തിയിരിക്കുകയാണ് ഗൈസ്. പൂമ്പാറയിലെ ഈ ഒരു സിറ്റിങ്ങും ഇവിടുത്തെ കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ റൂമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ താഴത്ത് ഇവിടെ റൂംസ് ഉണ്ട്, റിസോർട്ട്സ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് റിസോർട്ട്സ്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരിങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് പ്ലേസ് ഒന്ന്? പ്ലേസ് എന്താ, നിങ്ങൾ നാട്ടിൽ ഭയങ്കര സ്ട്രെസ്സും ടെൻഷനൊക്കെ അനുഭവിച്ച് ഇരിക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നു. എല്ലാ സ്ട്രെസ്സും എല്ലാ ടെൻഷനും പോകും. വേറെ വൈബാണ്. പോരാത്തിന് ചൂടുകുരും പോകും. നല്ല ക്ലൈമറ്റാണ്, നല്ല റിലാക്സിങ്. നമ്മൾ വന്ന ദിവസം ഇവിടെ മഴയും പെയ്തു. ഒരു പ്രത്യേക ക്ലൈമറ്റാണ്. പൂമ്പാറ ഇന്ന് ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു നാച്ചുറൽ പ്ലേസും കൂടിയാണ്. അപ്പോൾ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള സ്റ്റേകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ഗ്ലാമിംഗ് സ്റ്റേ ആണ് ഇത്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഏകദേശം 1 കിലോമീറ്ററോളം ട്രെക്കിംഗ് വഴിയാണ് ഇതിൻ്റെ അകത്തേക്ക് വരേണ്ടത്. നമ്മളെ വണ്ടിയിൽ കുറച്ച് ദൂരം വന്നതിന് ശേഷം ഏകദേശം 1 കിലോമീറ്ററോളം അവരെ ഓഫ് റോഡ് വെഹിക്കിളിലാണ് നമ്മൾ ഇങ്ങോട്ട് ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ കുറച്ച് നല്ല ഇടുങ്ങി പിടിച്ച വഴികളൊക്കെ തന്നെയാണ്. കാരണം കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്നതായത് കാരണം കുറച്ച് ഓഫ് റോഡ് എക്സ്പീരിയൻസ് കൂടി നമുക്കിതിൽ പറ്റും. അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല. ഡേ ടൈമിൽ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. വീഡിയോ ലാസ്റ്റ് ഭാഗത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റൂംസ് എത്തി. അപ്പോൾ ഈ ഗ്ലാമിംഗ് സ്റ്റേ വന്നിട്ട് ഏകദേശം 10 ദിവസം ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ റൂംസും കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ്. അപ്പോൾ നൈറ്റിലെ കാഴ്ച നല്ല മനോഹരം തന്നെയാണ്. അപ്പോൾ ഇതൊരു വ്യൂ പോയിൻറ്റും കൂടിയാണ്. റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് സൈഡായി വരുന്ന ഭാഗം കൂടിയാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ബട്ടർ ചിക്കനും അതുപോലെ ബാർബിക്യൂ ചിക്കനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ഓർഡർ ചെയ്യുന്നത് വെച്ചാൽ അത് അവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് തരും. ഇപ്പോൾ നൈറ്റ് ഫുഡൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഇരിക്കാം. നല്ല തണുപ്പും അതുപോലെ നല്ല ലൈറ്റൊക്കെ ആയിട്ടുള്ള കാഴ്ചകളും കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല റിലാക്സ് തന്നെയാണ്. അപ്പോൾ ഒരു റിലാക്സിങ് പോയിന്റും കൂടിയാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത്. കുറച്ച് ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാൻ പറ്റും. അടിപൊളി കാഴ്ചയാണ്. അതുപോലെ ഇവിടെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാം. സംഭവം നൈറ്റ് അത്യാവശ്യം നല്ല തണുപ്പാണ്. സംഭവം അടിപൊളി വൈബാണ്. കോട്ടേജസ് ആണ് ഈ കാണുന്നതൊക്കെ. നമ്മൾ താമസിച്ചിരുന്ന റൂമുകളാണ്. നോക്കാം. ഇതിന് തൊട്ടടുത്ത് തന്നെ അങ്ങനത്തെ കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ ഒന്ന് ഇതും അതുപോലെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരെണ്ണത്തിലാണ് നമ്മൾ കൂടെയുള്ള ഫ്രണ്ട്സ് ഉള്ളത്. അപ്പോൾ അങ്ങനെ 2 റൂമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇവരുണ്ടോയെന്ന് നോക്കാം.
ഉറക്കത്തിലാണ് ഒരാളിവിടെ. 3 പേരിലുകൊണ്ട് ഒരാളിത് താഴെയാണ് കിടക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഒരാളിവിടെ പൊതിച്ചറിഞ്ഞുണ്ട്. പിന്നെ ഉണ്ടായിരുന്ന ഒരാൾ ഇവിടെ നിന്ന് നീച്ചു വയ്ക്കണം. ഒരാൾ പുറത്താണ്, പുറത്ത് വയ്ക്കണം. അത് നമ്മളെ കൂടെ ഉള്ള മറ്റു രണ്ടാൾ നേരത്തെ നീച്ചു പോയത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പേരാ കൂടെ ഒന്ന് ഷൂട്ട് ചെയ്യട്ടെ. ഇതായിരുന്നു ഇത് കണ്ടില്ലേ ഇപ്പോൾ എഫ്രൈമിലെ മറ്റുള്ള കോട്ടേജസ് ഒക്കെയാണ് കാണുന്നത്. അങ്ങനെ താഴോട്ടാണുള്ളത്. ഒരു 5-6 ഉണ്ട് ഈ ഭാഗത്ത്. ഇനി മുകൾ ഭാഗത്തേക്ക് പോയിട്ട് കാണിക്കാം. അവിടെ ഡോം സ്റ്റേയും കൂടി ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഇത് പുതിയ റിസോർട്ടായതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഇവർ പ്ലാൻ ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഗാർഡനിങ്ങൊക്കെ ഒന്നും കൂടി ഭംഗിയായി വരാണ്ട്. രാത്രി വന്ന സമയത്ത് ഈ ഒരു സാധനം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. പെട്ടെന്ന് നമ്മൾ കരുതിയിരുന്ന ഷേപ്പൊക്കെ കണ്ട സമയത്ത് കുഞ്ഞ് ആപ്പിളുകളെന്നൊക്കെയാണ് കരുതിയിരുന്നത്. പിന്നെയാണ് മനസ്സിലായത് പ്ലംസ് ആണെന്നുള്ളത്. അപ്പോൾ പ്ലംസുകളൊക്കെ കുറച്ച് പഴങ്ങളൊക്കെ ഇങ്ങനെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മരങ്ങൾ ഇവിടെ നിന്ന് കാണാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മൊത്തം പ്ലംസിൻ്റെ മരങ്ങളാണ്. അപ്പോൾ ഒരുപാട് മരങ്ങളുണ്ട്. അപ്പോൾ കുറേ ഭാഗങ്ങളിലുള്ള മരങ്ങളിന്മേൽ കുറച്ച് പഴുത്തിട്ടുണ്ട്. പഴുത്തത് ഇങ്ങനെ സാധാരണ അവർ പറിക്കാറാണ്. കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇത് ടേസ്റ്റ് കിട്ടുന്നത് പ്ലമ്മാണ്. ഒന്നുകൂടി ആയി വരാണ്ട്. ഇതൊക്കെ കുഞ്ഞേതാണ്. കാണുന്നതാണ് ബട്ടറിൻ്റെ മരമാണ്. ബട്ടർ വലിയ മരമാണ്. ഇതുമേ ഇഷ്ടംപോലെ ബട്ടർ ഉണ്ടായിട്ടുണ്ടതാ. കാണുന്ന മുഴുവൻ ബട്ടറാണ്. ഈ മരത്തുമ്പോൾ മുഴുവൻ ബട്ടറാണ്. റെസ്റ്റോറൻറ്റ് മുന്നിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ അപ്പോൾ നമ്മളെ റൂമിലുണ്ടായിരുന്ന സേജിപ്പോൾ മുണ്ടാതെ പോയി ഒറ്റയ്ക്ക് പോയി ചായ കുടിക്കുകയാണ്. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇവിടെയൊക്കെ കാണാം. ഈ കാണുന്നത് മുഴുവൻ ഈ പ്ലമ്മിൻ്റെ മരങ്ങളാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണുന്ന മുഴുവൻ തന്നെയാണ്. അപ്പോൾ ഇത് ഏകദേശം 4-5 ഏക്കറോളം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് മരങ്ങളുണ്ട്. അതുപോലെ ഇവിടെ ക്യാമ്പ് ഫയറിംഗ് ഉണ്ട്. നമുക്ക് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും. ഇപ്പോൾ തുടങ്ങിയിട്ട് 10 days ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഇവിടെ ഇങ്ങനെ പ്ലാൻഡായി വരാനുണ്ട്. ഗാർഡനിങ്ങൊക്കെ. അതുപോലെ ഡോം സ്റ്റേസ് ആണിത്. ഫാമിലിക്കോ കപ്പിൾസിനൊക്കെ വന്നു കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റിയ അടിപൊളി ഡോം സ്റ്റേസ് ഉണ്ട് ഇതിനുള്ളിൽ. ഒന്ന് ഇവിടെ ഉണ്ട്. അതുപോലെ മറ്റൊരു ഡോം സ്റ്റേ. ഇത് വേറെ ഡോം സ്റ്റേ. അപ്പോൾ നമ്മൾ ഇന്നലെ കാണിച്ചിരുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ താഴ്വാരത്താണ് ഇപ്പോൾ ഇതുള്ളത്. ഇന്നലെ നമ്മൾ നിന്നിപ്പോൾ കാണിച്ചിരുന്നൊരു ഭാഗത്തിൻ്റെ അടിഭാഗത്തായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ
അടുത്ത് ഒരു ചെറിയ ഓഫ് റോഡ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുവരാനുള്ള വണ്ടിയാണിത്. അപ്പോൾ ഇതിലാണ് രജിസ്റ്റേർഡ് കാണാം. വണ്ടി പുതിയ എടുത്ത വണ്ടിയാണ്. സ്ഥാപനത്തിൻ്റെ പേരാണ് ഈ കാണുന്നത്, LT നാച്ചേഴ്സ് ഗ്ലാംസ്. അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഗേറ്റ് കഴിഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്ററോളം ഓഫ് റോഡ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക്. ആ ഓഫ് റോഡിലൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഓഫ് റോഡ് നമ്മൾ കാണിക്കാം. ഇതിൻ്റെ താഴ്ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിത്തോട്ടങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് കാണുന്നതൊക്കെ കൃഷിത്തോട്ടങ്ങളാണ്. ഈ കാണുന്നത് ബീൻസിൻ്റെ തോട്ടമാണ്. ബീൻസിൻ്റെ തോട്ടം, ബീൻസാണ് കൃഷിയിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഉരുളൻകിഴങ്ങ് ഉണ്ട്, അതുപോലെ വെളുത്തുള്ളി, അതുപോലെ ക്യാരറ്റ്, ഇതൊക്കെയാണ് പൊതുവെ ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ റിസോർട്ടുള്ളത്. ഇപ്പോൾ മോർണിംഗ് ഏകദേശം ഒരു 6:30 ആണ് ഇപ്പോൾ സമയം. ആ സമയത്താണ് ഇപ്പോൾ നമ്മൾ എണീറ്റ് വന്നിട്ടുള്ളത്. ഈ ഭാഗമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ. ഇന്നലെ രാത്രി ഷൂട്ടിംഗ് അവിടെ ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഈ മരങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ പകൽ ഷൂട്ട് ചെയ്തത്. മരങ്ങളൊക്കെ കാണാം. നമ്മൾ ഇനി റെസ്റ്റോറൻറ്റിലേക്കൊന്ന് പോയാകട്ടെ. മോർണിംഗ് ഒരു ചായ കിട്ടുമോ നോക്കാം. കൊടൈക്കനാലിലെ അതിമനോഹരമായിട്ടുള്ള പൂമ്പാറ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ കാണാൻ കൃഷിത്തോട്ടങ്ങളും, അതുപോലെ നമ്മളതിൻ്റെ നടുവിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വലിയ കൃഷിത്തോട്ടമാണ് ഈ കാണുന്നത്. ഒക്കെ തട്ടായിട്ടുള്ള കൃഷിത്തോട്ടമാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത. നമ്മൾ താമസിക്കുന്ന ഫ്രെയിം റൂംസാണ് താഴത്ത് കാണുന്നത്. അതുപോലെ താഴെ നോക്കി കാണാം ചെറീസിൻ്റെ മരങ്ങളും, അതുപോലെ ബട്ടറിൻ്റെ വലിയൊരു മരമാണ് കാണുന്നത്. ഒരുപാട് ബട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഡോം സ്റ്റേസ് ആണ് ഈ കാണുന്നത്. 1, 2, 3 ഡോം സ്റ്റേ ഉണ്ട്. അപ്പോൾ കപ്പിൾസിന് വരുന്നവർക്കൊക്കെ നിൽക്കാൻ പറ്റിയ ഡോം സ്റ്റേസ് ആണ്. അതുപോലെ ബാച്ചിലേഴ്സിനൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കാൻ പറ്റിയൊരു ലൊക്കേഷനും കൂടിയാണിത്. ഫ്രെയിമിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അതുപോലെ ഈ വ്യൂ പോയിൻ്റിൽ നിന്നുള്ളൊരു കാഴ്ച പറഞ്ഞാലും, കൃഷിത്തോട്ടത്തിൻ്റെ ആ ഒരു ലൊക്കേഷനിൽ നമുക്ക് ഇങ്ങനെ നിൽക്കാം. സംഭവം അടിപൊളിയാണ്. മനോഹരമായ ഒരു കൃഷി ഗ്രാമത്തിലെ സ്റ്റേ ആണ്. സംഭവം അടിപൊളിയാണ്. നല്ലൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. സംഭവം ബാച്ചിലേഴ്സൊക്കെ ആയി വരുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് കൂടി ഇത്. സംഭവം അടിപൊളിയാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ താഴെയുള്ള ഈ മരങ്ങളിലൊക്കെ ഒന്നെടുത്ത് വെച്ച് നോക്കി. ഫ്രഷ് നല്ല മധുരമുണ്ട്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലംസ് ഇവിടുന്ന് ഇങ്ങനെ പറിച്ച് കഴിക്കാം. മോർണിംഗിനില്ല ഈ ഒരു ചായയും ഈ തണുപ്പുള്ള സമയവും ഇവിടുന്നുള്ള ഈ അതിമനോഹരമായിട്ടുള്ള ഈ ഒരു കാഴ്ചയൊക്കെ ആയിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് വേറെ ലെവൽ തന്നെയാണ്. നല്ല ചൂട് ചായ, നല്ല തണുപ്പ്, അതുപോലെ നല്ല കൃഷിത്തോട്ടങ്ങളുള്ള ഈ ഒരു ലൊക്കേഷൻ സംഭവം ഒരു രക്ഷയില്ല. മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റാണ് പൊങ്കലും അതുപോലെ ഇഡ്ഡലിയൊക്കെ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല ചൂടുള്ള സാമ്പാറും അങ്ങനെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമുക്ക് ഇവിടുന്ന് ഈ പാക്കേജിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ റൂം റെൻറ്റിൻ്റെ പാക്കേജിൽ വരുന്നതാണ്. തലേന്നിട്ടുള്ള ഡിന്നർ നമ്മൾ ക്യാഷ് പേ ചെയ്തിട്ട് ചെയ്യുന്നതുമാണ്. അപ്പം അങ്ങനെ പ്ലംസൊക്കെ കടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളൂ. പറിച്ചോ?
നമ്മളിത് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് പറിക്കുകയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ റൂം ഒഴിവായി പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് കയ്യിലെടുത്തിട്ടുണ്ട്. പഴുത്തിൽ നിന്ന് കുറച്ച് ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 കിലോമീറ്ററോളം വരുന്ന ഓഫ് റോഡ് യാത്രയാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഉള്ള ഓഫ് റോഡാണ്. നൈറ്റും ഇതുപോലെ ഓഫ് റോഡിൽ തന്നെയാണ് വന്നിരുന്നത്. അപ്പോൾ നൈറ്റ് കാഴ്ചകളൊന്നും നേരെ കാണാത്തതുകൊണ്ട് വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡേ ടൈമിൽ നമ്മൾ തിരിച്ചു പോകുമ്പോഴാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓഫ് റോഡ് കൊണ്ടുപോകുന്ന റിസോർട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഡ്രൈവർ നമ്മളെ വണ്ടി ഇവിടെ വരെ എത്തുക. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ഈ 4x4 വണ്ടിയിലാണ് നമ്മൾ റിസോർട്ടിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ താങ്ക് യു ബ്രോ. ഒരു ഫോട്ടോ എടുക്കണം. കൊടൈക്കനാൽ ടൗണിൽ നിന്നും ഏകദേശം 20 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ എത്തുന്ന സ്ഥലമാണ് പൂമ്പാറ. പൂമ്പാറ ഭാഗത്തു നിന്നും ഏകദേശം 10 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാലാണ് കൂക്കാലും അതുപോലെ മന്നവന്നൂരൊക്കെ ഉള്ളത്. അപ്പോൾ അതും അടിപൊളി നാച്ചുറൽ പ്ലേസുകളാണ്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ കാണുന്നതൊക്കെ അന്ന് ഒരു കാട്ടുതീ പകർന്നതിൻ്റെ ഭാഗമായിട്ട്, പടർന്നു പിടിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ സ്ഥലങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പൂമ്പാറ മാത്രം സ്റ്റേ ചെയ്തുകൊണ്ട് തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.